നമ്മളെ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എപ്പോഴും അച്ഛൻ പറയുന്നതാണ്, ഇടയ്ക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സാധാരണ എൻ്റെ ഒരു പോളിസി അനുസരിച്ച് പറഞ്ഞത് പിന്നെ പറയത്തില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ കാരണം ഈ ഓഡിയൻസ് എപ്പോഴും ഇപ്പോൾ 90 ദിവസമോ അല്ലെങ്കിൽ ഉടമ്പടി രണ്ടാമത് പുതുക്കിയോ മൂന്നാമത് പുതുക്കി കഴിയുമ്പോഴേ ചില ആൾക്കാർ ഉടമ്പടി 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ വിഷയത്തിൻ്റെ മേൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കിനി പഴയ തീവ്രമായ സ്നേഹത്തോടെ ഉടമ്പടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ചിലർ ഉടമ്പടി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ പുതിയ ആൾക്കാർ ഉടനെ ഉടമ്പടിയിലേക്ക് വരും. ഇപ്പോൾ ഇന്നലെ ഒരു സാധാരണ ദിവസം തന്നെ ഒരു 300-350 പേര് പുതുതായിട്ട് ഉടമ്പടി എടുക്കും. അസാധാരണ ദിവസം എന്ന് പറയുന്നത് പബ്ലിക് ഹോളിഡേ ഒക്കെ വരുമ്പോൾ ചിലപ്പോഴും 1000 പേര് ഉടമ്പടി എടുക്കും ലീവ് കാലത്ത്. അപ്പോൾ പുതിയ ആൾക്കാർ ഒത്തിരി ഉടമ്പടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛന് ചിലത് റിപ്പീറ്റ് ചെയ്യണത്, അത് ആവർത്തിക്കും. കാര്യം പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ പഴയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ പഴയ ആൾക്കാർ വിചാരിക്കും അച്ഛൻ പറഞ്ഞു തന്നെയാണല്ലോ പിന്നെയും പറയണമെന്ന്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതാണ് അവസ്ഥ. കാര്യം ഫ്രഷ് ഹാൻഡ്സ് ഇങ്ങനെ ഒത്തിരി ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ മൊബൈലിൻ്റെ ഒരു കാലമായത് കാരണം ഭയങ്കരമായ ഒരു അനുഗ്രഹം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇത് വീണ്ടും കേട്ടത് തന്നെ പിന്നെയും കേൾക്കാൻ പറ്റും. അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. യൂട്യൂബിൽ കേട്ടത് തന്നെ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. വലിയ ചിലവില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ പറ്റും. അത് എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കൽ നോളജാണ് ഇതിനുള്ളത്. നമ്മൾ സാധാരണ കരിസ്മാറ്റിക്, ഇപ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഷാർജയിൽ ധ്യാനം നടത്തുന്നുണ്ട്. അത് കരിസ്മാറ്റിക് ധ്യാനമെന്നാണ് അവർ പറയണത്, ഉടമ്പടി ധ്യാനമല്ല. പക്ഷേ ചിക്കാഗോയിൽ ഞാൻ ജൂണിൽ ധ്യാനം നടത്തുന്നുണ്ട്, അത് ഉടമ്പടി ധ്യാനമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, നിങ്ങൾ അച്ഛനെ കാണണമെന്ന് നിർബന്ധമായിട്ട് വന്നിട്ടുള്ളവർ ഓഫീസിലൊന്ന് വിളിച്ച് ചോദിക്കണം. അത് പറയണം. എന്താ അച്ഛൻ നിങ്ങൾ വരുമ്പോൾ അച്ഛനില്ലെന്ന് ഒരു സങ്കടമല്ലേ. ഞാനങ്ങനെ ഒന്നും പുറത്ത് പോകത്തില്ല. എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരു രാജ്യത്തിൽ ഒരു ധ്യാനം എന്നാൽ അതാ പോളിസി. ഒരു രാജ്യത്തിലൊരു ധ്യാനം. ഇപ്പം മെയ് മാസത്തിൽ ബ്രിട്ടനിൽ ധ്യാനമുണ്ട്. അപ്പോൾ ആ രാജ്യത്ത് പിന്നെ പോകത്തില്ല. ഒത്തിരി പേര് വിളിക്കും, പോകത്തില്ല. അതിൻ്റെ കാരണം കൃപാസനത്തിൽ ആണല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം നമുക്കിങ്ങനെ ലോകം മുഴുവൻ പോകാൻ പറ്റത്തില്ല. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പം സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേക ഉടമ്പടി എന്ന് പറയണത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഫിലാഡൽഫിയയിൽ നിന്ന് ഇപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് 1000 പേരുടെ ഉടമ്പടി ജൂൺ മാസത്തിൽ അച്ഛൻ ചിക്കാഗോയിൽ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ഫിലാഡൽഫിയയിൽ അത്രയും ആൾക്കാർ സെറ്റാണ്. അപ്പം അങ്ങനെ എന്താ വിഷയം എന്ന് പറയണത്, അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പോകത്തില്ല. ഒരു സ്റ്റേറ്റാണത്. അങ്ങനെ ആ സ്റ്റേറ്റിൽ ചിലപ്പോൾ പോകും. അപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 മാസം കൂടുമ്പോഴേ അങ്ങനെ പുറത്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ ഇവിടെ ഉണ്ടാകത്തില്ലെന്നുള്ള ആ ഒരു സംഭവമില്ല. ഒന്നാമത്തെ എനിക്ക് പണം ആവശ്യമില്ല, അതാണ് മെയിൻ സംഭവം. ഇപ്പോൾ പബ്ലിക്കായിട്ടല്ലേ, ഓൺലൈനിലല്ലേ പറയണത് പണം ആവശ്യമില്ലെന്ന്. പണം ആവശ്യമില്ല എന്നുള്ളത് ഓൺലൈനിലാണ് പറയണത്. ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ. നമുക്കൊന്നിനും കുറവില്ല. നമ്മൾ ദൈവികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവികമായ ഒരു അനുഭവ തലമാണുള്ളത്, അല്ല മാനുഷിക അനുഭവ തലങ്ങളല്ല. ഈ വിഷയങ്ങൾക്കെല്ലാം ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ, വ്യക്തികളോട് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഒരു വ്യക്തിയെയും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് കാണത്തില്ല. ആരെയും ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി അവരുടെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുമായിട്ട് പ്രത്യേകിച്ച് ചങ്ങാത്തം അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഓപ്പണായിട്ടൊന്നും നിൽക്കണില്ലേ. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ദൈവത്തിന് എപ്പോഴും നമ്മളെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് 100% ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകണം. മനസ്സിലായില്ലേ? ഒരു ഡിവൈൻ, ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 100%, 95%അല്ല, 100% ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് ആർക്ക് മനസ്സിലാകണം? ദൈവത്തിന് മനസ്സിലാകണം. മനുഷ്യന് മനസ്സിലാകണമല്ല പ്രശ്നം. മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും.
അത് കുറച്ച് അവർ തന്നെ തിരുത്തും, അത് കാര്യമില്ല. ഇനി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവിടെ തെറ്റിദ്ധാരണയും മരിച്ചു പോകും. ആധ്യാത്മിക ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ, കാലാകാലങ്ങളോടും ദൈവതിരുസന്നിധിയിൽ ജീവിക്കുകയല്ലേ. അപ്പോഴേ ഒരു തലമുറയിൽ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ആ തലമുറ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ തെറ്റിദ്ധാരണയും പോകും. പിന്നെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പേടിക്കണേ? ഒരു തലമുറ, നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു. ആ തലമുറയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 20 കൊല്ലം 30 കൊല്ലം ആയിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം, ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ? നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം, നിൻ്റെ ദൈവത്തിനും അറിയാം. പക്ഷെ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യണം? നിങ്ങൾ എല്ലാ നാട്ടുകാരെയും വീട്ടിൽ ഒരു ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരും പറയും, ഒന്ന് പറയേ, ഞാനിങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ടും ഞാനിങ്ങനെ കുരിശിൽ കയറുകയാണ് ജീവിതത്തിൽ. യു ഷുഡ് നോട്ട് ടോക്ക് ടു എനിബഡി. നിങ്ങളൊരു മനുഷ്യന്മാരോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരോട് പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ് ചെയ്യുക. റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ? റബ്ബർ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ? അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാപ്പിംഗ് ടൈമാണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ടാപ്പിംഗ് ടൈമിൽ എന്താണ്? ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടിയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതൊരു സൈലൻ്റായിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും ചെയ്യണതല്ല. ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ്, നിശബ്ദത. അമ്മ എപ്പോഴും അങ്ങനെയാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈമിനെ കുറിച്ച് എൻ്റെ മക്കളെ, അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം. എന്താ കാര്യം? അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു, ഈശോനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ അല്ല. പിടിയില്ലേ? നമ്മളൊരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടെ കൊടുത്തു, അമ്മ 6 കാര്യമുണ്ട്. 6 അല്ല കേട്ടോ അമ്മേ, 10-60 കാര്യമുണ്ട്, ഇപ്പം 6 അല്ല എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു. പിന്നെ നീ ആ വിഷയത്തെക്കുറിച്ച് അപരാധി കൊള്ളരുത്. ദൈവത്തിനെ ടെസ്റ്റ് അടിച്ച് നോക്കരുത്. ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഇനി ഇപ്പം PR-ൻ്റെ പേപ്പർ വന്ന് കാണും, ഓഫർ ലെറ്ററിൻ്റെ പേപ്പർ വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കമ്പ്യൂട്ടറിൽ കയറി എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ചാടി വീഴരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നിനക്ക് ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. എന്താണ്? കഴിഞ്ഞ ആഴ്ച രസം പറഞ്ഞായിരുന്നു, ഉടമ്പടി പ്രധാനപ്പെട്ടത് ഉടമ്പടി തന്നെയാണ്. അതാണ് വിഷയം. ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. ഉടമ്പടി പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് വിശ്വാസമല്ല, പിന്നെന്താണ്? വിശ്വസ്തത. അതാണ് അച്ഛൻ ആദ്യം റിപ്പീറ്റ് ചെയ്യണ കണ്ട, പഴയ ക്ലാസ്സാണിത്. നമുക്ക് ഉടമ്പടിയിൽ പ്രൈമറി റിലേഷനിൽ വരണത് വിശ്വാസമല്ല, വിശ്വസ്തതയാണ് വരണത്. എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത്? ഫിഡലിറ്റി. എന്താണത്? സർവൈവിങ് ഫെയ്ത്ത് എന്ന് പറയും. സർവൈവിങ് ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ ഫെയ്ത്തിന് ഇങ്ങനെ ഷോർട്ട് ടൈം ഫെയ്ത്ത് ഉണ്ട്. കർത്താവ് പറയും ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്നുവെച്ചാൽ അല്പവിശ്വാസി. എന്നുവെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷെ 2-3 ദിവസത്തെ വിശ്വാസമേ ഉള്ളൂ. അതാണ് അല്പവിശ്വാസി. എന്താണ് കാര്യം? ഫെയ്ത്ത് ഷോർട്ട് ടൈം ആകാൻ കാരണം അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പത്രോസ് കർത്താവ് കടലിന് മീതെ നടന്നു വന്നത് കണ്ടപ്പോൾ, ഇപ്പോൾ കടലിന് മീതെ നടക്കുന്നത് ഒരു പൊട്ടൻസിയാണെന്ന് മനസ്സിലായി പത്രോസിന്. കടലിൽ നീന്തിയിട്ടുള്ള ആളാണ്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടലിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോഴേ പത്രോസ് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് യു ലെറ്റ് മീ ഓൾസോ കം ടു യു. നീയാണ് എങ്കിൽ എന്നെ കൂടി നിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ. അപ്പോഴ് പുള്ളിക്ക് ഭയങ്കര എന്നെ കൂടി നിൻ്റെ അടുത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിയുടെ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കടൽ ഇരമ്പം പോലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 14:28. മത്തായി 14:28. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. അപ്പോൾ ഈശോ എന്ത് പറയും? ഖാം എന്ന് പറയും. വരൂ അവൻ പറഞ്ഞു. വരൂ. അപ്പൊ എന്താ പ്രശ്നം? ഖാം എന്ന് പറയുമ്പോൾ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു ചെറിയ ഇരുട്ടുണ്ടേ, അതുകൊണ്ടാണ് ആളെ മനസ്സിലാകണില്ല. പക്ഷേ കർത്താവിൻ്റെ ഉടുപ്പും മുടി കാറ്റത്ത് പറക്കണ കണ്ടിട്ട് ഏറെക്കുറെ അങ്ങാണെന്ന്, അങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു നോളജാണ് പുള്ളിയുടെ. അതാണ് കർത്താവ് അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെയും അനുവദിക്കാൻ പറയും. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഫീൽ എന്താണ്? നോട്ട് ഫെയ്ത്ത് ഫീലിംഗ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഒരു ലവ് ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ആ പേഴ്സണൽ റിലേഷനിൽ വരുന്ന സാധനം ഒരു ലവ് ഫീലിംഗ് ആണ്. ക്രിസ്തുവുമായിട്ട് ഒരു ലവ് ഫീലിംഗ്, വ്യക്തിപരമായ ലവ് ഫീലിംഗ് സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് പത്രോസ്. യോഹന്നാനൊക്കെ പിന്നെ വരുന്ന ആൾക്കാരാണ്. സെക്കൻഡ് ടൈമിലാണ് യോഹന്നാനൊക്കെ വരുന്നത്. അത് അവസാനം അങ്ങനെയാണ്. ക്രിസ്തുവിനോട് ഒരു പേഴ്സണൽ റിലേഷൻ, നമുക്ക് ദൈവത്തോടൊരു വിശ്വാസ റിലേഷനല്ലേ ആൾക്കാർക്ക് ഉണ്ടാകണത്. അതിനേക്കാൾ ഉപരി ഒരു ലവ് റിലേഷൻ ക്രിസ്തുവുമായിട്ട് സാധ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് ചേർന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള മഹാവിശുദ്ധന്മാരൊക്കെ, അറിയപ്പെടാത്ത വിശുദ്ധന്മാരും അറിഞ്ഞ വിശുദ്ധന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ലെവലിലല്ല, പിന്നെ എന്താണ്, ഒരു പേഴ്സണൽ ലെവല്, സ്നേഹത്തിൻ്റെ ലെവലിലാണ്. ഇപ്പം ചിലരൊക്കെ പറയും, ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, മാതാവ് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും. അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് സത്യസന്ധമാണ് ദൈവത്തിന് മനസ്സിലായ ദൈവം പിന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് ഒരു പഞ്ഞമില്ല ആ സംഭവത്തിന്. നമുക്ക് ദൈവം പറയുന്ന പോലെ നമ്മൾക്ക് മനസ്സിൽ ആത്മാവിൽ നമുക്ക് തോന്നിക്കുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും അതെല്ലാം സത്യമാകുകയും ചെയ്യും. ഈ ഉടമ്പടി വന്നത് അങ്ങനെയല്ലേ, ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിലാണ് ഇതെല്ലാം വരണം. അല്ലാതെ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ഉള്ളിൽ വെളിവാക്കി തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്പ്, എനിക്കറിയത്തില്ല ഉപ്പിന് ഇത്രയും കണ്ട് ആധികാരിക ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ ഉപ്പ് എന്ന് പറയുന്ന മീഡിയത്തിന് അവകാശ ശക്തി, അധികാര ശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉപ്പ് ജനങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത് വളരെ മനോഹരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസിലേക്ക് ബൈബിളിൽ ചെല്ലുമ്പോഴാണ് ഉപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പല ഭാഗങ്ങൾ കാണുന്നത്. അപ്പോഴാണ് ഉപ്പിന് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത്, നമുക്ക് ഉടമ്പടിയുടെ ടേംസ് കിട്ടണത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കൾക്കും തന്നെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള സൂചകങ്ങളുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അതൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തിൽ പറയണത്. അതുകൊണ്ടാണ് അത് ടെക്നിക്കൽ നോളജാണ്, ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്ഡേഷൻസ് വരണം, എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പടയാളികളെന്നും പറഞ്ഞൊരു വംശം തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ അതിമനോഹരമായ രീതിയിൽ വെന്റിലേറ്ററിലും ICUവിലും, അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഇന്ത്യയിൽ തന്നെ UPSൽ 2 സീറ്റേ ഉള്ളൂ, അതിൽ 1 സീറ്റ് ഇവർക്ക് കിട്ടും, പക്ഷേ ഇവർക്ക് മെറിറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഉടമ്പടിയുടെ കത്തിജ്വലിക്കുന്ന ആധാരങ്ങളിൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കേറ്റാണ്. ഇതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഉടമ്പടി ഇത്രയും ജ്വലിക്കാൻ കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, പിന്നെ എന്താണ്, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അതാണ് ഇത്. നിങ്ങൾ ഉടമ്പടി എടുത്തവർ
ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെ കാണപ്പെടുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. നിങ്ങളെ ഈ കുടുംബം ഇനി റൺ ചെയ്യാൻ പോണത് നോട്ട് ബൈ മെറിറ്റിലാണ്. അതായത് അടിച്ചു വെക്കണം ശരിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ ഒരു വചന വെളിപാട് അനന്തമായ സാധ്യതയാണ് തരണത്. ഇപ്പം നിങ്ങൾക്ക് 15 കോടി കടമുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊത്തം വിറ്റ് ചുട്ടാലും ആ കടം പരിഹരിക്കത്തില്ല, മെറിറ്റില്ല. പക്ഷേ സാധ്യമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം ധനവാൻ ഒരു ബിസിനസ് മാനാണ്, അയാളുടെ ബിസിനസ്സുകാർ ഒന്നും ദൈവരാജ്യത്തിലേക്ക് വരാൻ വലിയ പാടാണ്. ബിസിനസ്സുകാരെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 4-5 പുസ്തകം കാണില്ല. ചിലർക്ക്, എല്ലാവർക്കും ഒന്നുമല്ല, 4-5 കുടുംബത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാനൊരു പുസ്തകം ഇല്ലേ, ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കാണിക്കാൻ വേറൊരു പുസ്തകം, അങ്ങനെ പല പുസ്തകങ്ങൾ ചില സമയത്ത് ചില ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു. അവർക്ക് അവിടെ ന്യായങ്ങളുണ്ട്, അതൊന്നും ശരിയാണെന്ന് സുവിശേഷത്തിൽ പറയത്തില്ല. പക്ഷേ അതല്ല, സുവിശേഷം വേറെ ചില ആശങ്കകൾ കാണിക്കും. എന്താ കാര്യം? നീ ഇങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും, അതല്ല ടാക്ടിക്സോ, അതിൻ്റെ അകത്ത് ബിസിനസ് പ്രൂഡൻസൊക്കെ ഉണ്ട്. ബിസിനസ് പ്രൂഡൻസ്, അതിനല്ലേ CA ഒക്കെ ഇരിക്കണത്. ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശുദ്ധഗതിക്ക് പോയി തലവെച്ച് കൊടുത്ത് തലഞ്ഞൊട്ടിക്കൊണ്ട് സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവർ ചില CA അവരുടെ രീതിയിലുള്ള ചില ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. ബിസിനസ് പ്രൂഡൻസാണ്, അപ്പം അല്ല സർക്കാരിനെ പറ്റിക്കലല്ല, പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കണതാണ്. അപ്പോഴപ്പോൾ സർക്കാരിനെ പറ്റിക്കരുത്, അത് പാപമാണ്. പക്ഷെ അതല്ല, ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ചെന്നാലും ചില ആൾക്കാർ ചില അതിക്രമങ്ങൾ, ഇതിൻ്റെ ക്രമം തെറ്റിയ കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഒരിക്കൽ വിജയകുമാറിനോട് ചോദിച്ചു, വിജയകുമാറെ ഇത് നിങ്ങളുടെ ഈ ബിസിനസ്സും നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും. ഞാൻ ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് കാനഡയിലോ എവിടെയോ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചതാണ്, വിജയകുമാർ സാർ ഇത് എങ്ങനെയാണ് ഈ ബിസിനസ്സും ഇവാഞ്ചലൈസേഷനും സുവിശേഷ പ്രവർത്തനവുമായിട്ട് ശരിയാകണത്? എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുക. അതാണ് അവർ പാര വെച്ച് സ്നേഹപൂർവ്വം ഒരു സ്നേഹപ്പാര വെച്ചതാണ് അവർ. ആ ടേക്ക് ദ ബെഡക്കോട്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 19:24. മത്തായി 19:24. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോഴേ ഇത് ചോദിച്ചപ്പോൾ വിജയകുമാർ സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങളെ പൗലോസപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങൾ തന്നെ പരിത്യജിക്കാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട സുവിശേഷ നടപടികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞ് ഏറ്റവും വലിയ നടപടി ദൈവത്തിൻ്റെ കൃപയാണെന്ന്. വളരെ പ്രൂഡൻ്റ് ആൻസറാണ് കൊടുത്തത്. ഏറ്റവും വലിയ എന്താ കാര്യം? അതിൻ്റെ താഴെ ഉള്ളത് വായിക്കാൻ പറഞ്ഞു വിജയകുമാർ. എന്താണ്? 19:26. അതിന് താഴെ ഉണ്ടാവും. 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഞാൻ അവിടുത്തെ വിജയകുമാറിന് ഇത്തരം പ്രൂഡൻസ് അങ്ങനെ കിട്ടിയെന്ന്. മനുഷ്യർക്കിത് അസാധ്യമാണ്. ഇപ്പം നമ്മൾ എന്ത് സംഭവം ചെയ്താലും ചില കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായിട്ട് വരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി അസാധ്യതകളാണ് കിടക്കുന്നത് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അസാധ്യമായ കാര്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴെന്താ ചെയ്യണം? ബൈബിൾ പറയും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ. മനുഷ്യർക്ക് സാധ്യമായതിനെയാണ് ബൈബിൾ മെറിറ്റ് എന്ന് പറയണത്. മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളാണ് മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ സാധ്യമാക്കാതെ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യും? അടുത്ത പ്രൊവിഷൻ എന്താണ്? ദൈവത്തിനല്ല. ആ വചനം എത്രയാണ്? മത്തായി 19:26. മനുഷ്യർക്ക് അത് അസാധ്യമാണ്. പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പൊ ദൈവത്തിന് അനന്ത സാധ്യതയെ ടാപ്പിങ്ങിലാണ് ഈ ഉടമ്പടി പ്രയോഗം വെച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു യു ടേൺ എടുക്കണ പോലെയുള്ള ഒരു മാറ്റമുണ്ട്. ചില ആൾക്കാർ യു ടേൺ ഒന്നും എടുക്കത്തില്ല, ഉടമ്പടി എടുത്താൽ ആ നേരെ തന്നെ പോകും അങ്ങോട്ട്.
ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നേരെ യൂക്കട്ടൊക്കെ എടുക്കുകയാണ് നമ്മൾ. എന്താ കാര്യം? പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രം ദൈവത്തോട് ഉള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയത്തില്ലേ? ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോഴത്തെ ന്യൂനമർദ്ദവും കാര്യവുമല്ല. ആധ്യാത്മിക ജീവിതത്തിലാണ് യഥാർത്ഥ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉദ്ദേശം ഈ മെരിറ്റിൽ നിന്ന് മെരിറ്റിൽ നിന്ന് ഗ്രേസിലേക്കുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യും. വെച്ചാൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നേരെ പോയി നമ്മളെ പെട്ടെന്ന് യൂട്ടേൺ എടുക്കാൻ പറയും. എന്താ കാര്യം? ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അധിക പരിശ്രമ സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം മാത്രം ചില പറഞ്ഞല്ലേ ചില പറഞ്ഞ എന്തിനാണ് ഇപ്പം കരസ്മാരിക് ധ്യാനം ഇറങ്ങിയെങ്കിലും 50 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ഒരു 55% കുടുംബങ്ങൾ അതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഉടമ്പടി വന്നപ്പോഴേ ഒരു 70% ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ കരിസ്മാറ്റിക്കാർ 50 കൊല്ലവും കൂടി ആ പുതിയ പദ്ധതിയിലേക്ക് വരാതിരുന്ന ആൾക്കാരും ഉടമ്പടിയിലോട്ട് വന്നു. അത് അതായത് ഉടമ്പടിക്കുണ്ടായിരുന്ന ഒരു ഗുണം അതാണ്. കാര്യം കരിസ്മാറ്റിക് മേഖല 50 കൊല്ലം ഈ കേരള മണ്ണിൽ വളരെ ശക്തമായ രീതിയിൽ അടയാളങ്ങൾ സഹിതം പ്രവർത്തിച്ചിട്ടും അതിലേക്ക് വരാതിരുന്നവർക്കെയും ഉടമ്പടി പെട്ടെന്ന് കൊണ്ടുവന്നത്. കാര്യം ഒരു 6 ദിവസം ധ്യാനം കൊണ്ടല്ല കൊണ്ടത്, 4 മണിക്കൂർ ക്ലാസ് കൊണ്ടാണ് ഇവരെ ടാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ദൈവജ്ഞാനത്തിലുള്ള കാര്യമാണ്. ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചതല്ല ഇത്. നമ്മൾ ദൈവമായിട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഷോർട്ട് കട്ടുകളുണ്ട്. ഞാൻ എൻ്റെ സഹോദരനോട് പറയണത്, നിങ്ങളെപ്പോഴും ഒരു പ്രത്യേക പ്രശ്നവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പക്ഷേ അത് നിങ്ങളുടെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പ്രശ്നം അല്ല. ഇത് ഉടമ്പടി ദൈവത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റണം. ദൈവത്തിൻ്റെ പ്രശ്നം എന്താ? നിങ്ങളുടെ വളർച്ചയാണ്. ദൈവത്തിന് ഒരു പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി പ്രശ്നമില്ലേ, പക്ഷെ ദൈവത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പ്രശ്നം? എൻ്റെ സ്വർഗസ്ഥനായ പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. സുവിശേഷ വിഹിതമായൊരു പരിപൂർണതയിലേക്ക് ഈ ജഡിക മനുഷ്യനെ ഷെയ്ക്ക് ചെയ്തിട്ട് ആന്തരിക മനുഷ്യനെ പുനർജീവിപ്പിച്ചെടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ദൈവത്തിനുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിലുള്ളവർ, കൂടുതൽ സാധ്യതയുള്ളവർ, ദൈവാഭിമുഖ്യങ്ങളുള്ളവർ, ഇപ്പം ചിലർ 90 ദിവസം കഴിയുമ്പോൾ അവസാനിപ്പിക്കണത്, ഇപ്പോൾ വയറ്റിപ്പഴപ്പ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ 90 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ദൈവത്തിന് അറിയാം. ഇപ്പോൾ 90 ദിവസം കൊണ്ട് ഉടമ്പടി തീർന്നവരുടെ വയറ്റിപ്പഴപ്പ് IELTS പാസ്സാകുക അല്ലെങ്കിൽ വസ്തു വിൽക്കുക മാത്രമുള്ള ഒരു വയറ്റിപ്പഴപ്പ് പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പ്രശ്നമുണ്ടാകും. വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആവും. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നത് കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണെന്ന്. അത് നമ്മുടെ ലക്ഷ്യമാണത്, നമ്മുടെ കാര്യം നടക്കുക. പക്ഷേ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? നിങ്ങൾ ദൈവത്തെ അറിയുകയും അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ, ഇപ്പം നമ്മൾ 17 യോഹന്നാൻ 17 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പം ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയണത് നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. അപ്പം നിത്യജീവൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അഭിഷേകമായിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് ആൾക്കാർ ഉടമ്പടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മേടിക്കണത്. അവർ 5 ഉടമ്പടി 5 പുതുക്കും 6 പുതുക്കും. എന്നിട്ട് അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് പറയണത്. അവരെന്താ പറയണത്? ഉടമ്പടി. അപ്പോൾ അവർ 1 പുതുക്കി അവസാനിപ്പിക്കണില്ല. അവർ ഉടമ്പടി വയറ്റിപ്പിഴപ്പുള്ള ആൾക്കാർ മാത്രമേ 1 പുതുക്കി അവസാനിപ്പിക്കത്തുള്ളൂ. എന്താ വെച്ചാൽ അവർക്ക് ദൈവമല്ല പ്രശ്നം, പിന്നെന്താണ്? അവരുടെ നിയോഗമാണ് പ്രശ്നം. അപ്പോൾ നിയോഗം മാത്രം പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുത്തെങ്കിലും നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ നിൽക്കണ കണ്ടില്ലേ?
അത് ആ എടുക്കണ രീതി അനുസരിച്ചേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലർ വിട്ടുപോകും. അതെന്ന് പറയുന്നത് അവരുടെ ആ വസ്തു വിൽക്കുന്ന വിഷയത്തിന് മാത്രമാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിഷയബന്ധിയാണ്. അതിൻ്റെ ലക്ഷ്യം ദൈവമല്ല. ചില ആൾക്കാർ പുതുക്കി ആ ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുക്കും. അതുകൊണ്ടാണ് അവർ സിൽവർ ഗ്രേയിലൊക്കെ വരണത്. അപ്പോൾ സിൽവർ ഗ്രേയിൽ വരുമ്പോൾ ചില സിൽവർ ഗ്രേക്കാർ ദൈവിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംഭവം പുതുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചില സിൽവർ ഗ്രേക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും മകളെ പ്രസവിക്കണം, പെരക്കടാവിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടണം, ഇങ്ങനെയുള്ള ആദ്യം എന്താണ് അവിടെ എഴുതിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർ സിൽവർ ഗ്രേ ഇങ്ങനെ അറിയാതെ ആയിപ്പോയതാണ്. അവരുടെ ആധ്യാത്മിക ജീവിതം സിൽവർ ഗ്രേ ആയിട്ടില്ല. അവിടെ സിൽവർ ഗ്രേ ഇങ്ങനെ പത്രം മേടിച്ചും കൊടുത്തും മേടിച്ചു വന്നപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു പോയതാണ്. അവിടെ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിൽ പേരക്കടാവിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞാണ് ഈ സിൽവർ ഗ്രേക്കാർ ശരീരം നടക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പുതുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ, ദൈവിക ലക്ഷ്യം അവർ അട്ടിമറിച്ചിട്ടുണ്ട്. ദൈവിക ലക്ഷ്യം. കാര്യം ഇത്രയും നാൾ ഈ സിൽവർ ഗ്രേ പോയിട്ട് ഇപ്പോഴും പേരക്കടാവിന് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ച അതിൻ്റെ അർത്ഥം എന്താണ്? അവരിപ്പോഴും വയറ്റിപ്പഴുപ്പിൽ തന്നെ നിൽക്കുകയാണ്. ദൈവമായിട്ട് അവർക്ക് ബന്ധങ്ങളില്ല. ദൈവത്തിൽ വളരുകയോ ദൈവത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തെ കൊടുക്കാൻ തോന്നും. ഇപ്പം സിൽവർ ഗ്രേ എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എവാഞ്ചലൈസേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിയുടെ തലയെന്ന് പറഞ്ഞത് എന്താ? ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അല്ല. ഉടമ്പടിയുടെ നാക്ക് മാത്രമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷനാണ്. ഇവാഞ്ചലൈസേഷനിലൂടെ മാത്രമേ കൃപ വരത്തുള്ളൂ. അതാണ് വിഷയം. മറ്റെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇപ്പം അറിയണമെങ്കിലേ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുറിച്ച് സംസാരിക്കുന്നു. ഉടമ്പടിയുടെ തലയുണ്ട്, ഉടമ്പടിയുടെ ഹൃദയമുണ്ട്, ഉടമ്പടിയുടെ കൈയുണ്ട്, ഉടമ്പടിയുടെ കാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ. അപ്പം ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അത് തലയെന്ന് പറഞ്ഞത് എന്താണ്? കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് തലയെന്ന് പറയുന്നത്. അനുഗ്രഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ സിൽവർ ഗ്രേയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് അവസാനം ഇവർ ദൈവമായിട്ട് ഫുൾ ഇൻ്റലക്ച്വലി അവർ കൺവിൻസ്ഡ് ആണ് ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് അല്ല. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റഡ് മനുഷ്യനെ ഇഫ് ദേ ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് ദേ ആർ നോട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതാണ് മനുഷ്യൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആന്തരിക ബൗദ്ധിക ബോധ്യം കിട്ടിയാൽ വൈകാരികമായിട്ട് നമ്മൾ അലോസരല്ല. ഉടമ്പടിയിലെ തല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. വിശ്വാസ കൈമാറ്റമാണ്. ചില കർത്താവ് തന്നെ അവർ പറഞ്ഞ് 72 പേരെ പറഞ്ഞു വിട്ടില്ലേ ഈശോ? 72 പേരെ പറഞ്ഞു വിട്ട് ഈ 2 പേരായിട്ട് താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കെല്ലാം ഈ 2 പേരായിട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി 72 പേരെ പറഞ്ഞു വിട്ട്. അവർ തിരിച്ചു വന്നപ്പോഴും അവരിങ്ങനെ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അതാണ്. അപ്പം പിശാചുക്കൾ പോലും വിട്ടൊഴിഞ്ഞു പോയെന്ന അതെന്താണ്? അത് ബ്ലെസ്സിങ്സാണ്. അത് ബ്ലെസ്സിങ്സാണ്. കർത്താവ് പറഞ്ഞു ബ്ലെസ്സിങ്സ് ആണല്ലോ അത് വലിയ കഥ എന്നുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ കർത്താവ് ആത്മാവിൽ ആനന്ദ നിർവൃതി കൊണ്ടിട്ട് പറയും, ആ പിതാവേ, ഈ കാര്യങ്ങൾ നീ വിജ്ഞാനികളിലും വിവേകമതികളും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൽ ആത്മാവിൽ ആനന്ദിക്കുകയും നിങ്ങളിലേക്ക് കൃപയെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കാൻ തുടങ്ങും. ആനന്ദിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുവിശേഷ കൈമാറ്റം നടന്നു. അതാണ് വിഷയം. 72 പേരെ പറഞ്ഞു വിട്ടത് എന്തിനാണ്? വിശ്വാസം കൈമാറാൻ വേണ്ടിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 10:20 ലൂക്കാ സുവിശേഷം. ലൂക്കാ 10:20. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് പനി മാറി, അല്ലെങ്കിൽ ക്യാൻസർ മാറി, അല്ലെങ്കിൽ നിങ്ങളെ രോഗം മാറി എന്നതിൽ വലിയ സന്തോഷമൊന്നും കാണിക്കണ്ട. കാര്യം എന്താണ്? ദൈവം സന്തോഷിക്കുന്നത് എന്തിലാണ്? സുവിശേഷം കൈമാറി എന്നതിലാണ്
അവിടെയാണ് വിഷയം. ഇപ്പം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം സഭയുടെ അകത്തും പുറത്തും പൊതുജനങ്ങളിൽ എന്തുമാത്രം കലാപക്കൊടിയും ഉണ്ടായി. ആ കാലങ്ങളിലൊക്കെ ഞാൻ ആകപ്പാടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പത്രത്തിലാണ് ഈ സംഭവം ഇരിക്കണം മുഴുവനും എന്ന്. പക്ഷേ പത്രം പുറത്തിറങ്ങിയ പിശാച് പല്ലും നഖവും കൊണ്ടാണ് വന്നത്. എത്രയെത്ര വീഡിയോ ഇതിനെതിരെ ഇറങ്ങി. ഒരു മനുഷ്യൻ പോലും ഒന്നും ചെയ്തില്ല. എന്നിട്ടും ദോശ ചുട്ട് തിന്ന് ചമ്മന്തി അരച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യണം, എന്തെല്ലാം പരിപാടിയാണ്. എന്ത് ഗവൺമെൻറ് എന്ത് നിയമം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ രാജസ്ഥാൻ ഗവൺമെൻറ് നടപടിയെടുത്തു. കൃപാസനത്തിൽ നടപടിയെടുക്കും. അങ്ങനെ പല്ലും നഖവും കൊണ്ട് പിശാച് നാല് പാടുന്ന എളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ സഭയിലുള്ള ചില പുരോഹിതന്മാരും നമ്മൾക്കെതിരെ വന്നു. പല പള്ളികളിലൊക്കെ ഇത് ഒരു പുരോഹിതൻ കുറേ പത്രം കൊണ്ടുവന്നതിൻ്റെ പുറത്ത് അവരുടെ പള്ളി കൊടുത്ത പത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടും പോയി. കൃപാസന വാതിക്കലിട്ടും പോയി. ഒന്നും വേണ്ടിയില്ല, ആരോടും പരിഭവമില്ല, ആരോടും ഒരു നിരസം പോലും ഇല്ല. ആ അച്ഛനെ കാണുമ്പോഴും അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഈശോമിശിഹായെ സ്തുതി പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ പെരുമാറും. എന്താ കാര്യം? നമ്മൾ ചെയ്യുന്ന ജോലി വിശ്വാസ കൈമാറ്റമാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ജോലി എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. അപ്പം ക്രിസ്തുവിനെ കൈമാറുമ്പോൾ സ്വീകാര്യമല്ലാത്തവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. ആൻറ്റി റെസ്പോൺസ് ആയിരിക്കും മിക്കതും. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാം പിന്നെ ആദ്യം സ്വീകരിക്കാതിരുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ തൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു, തൻ്റെ ജനങ്ങളാകട്ടെ അവനെ അറിഞ്ഞില്ല. അതല്ലേ സംഭവം. യോഹന്നാൻ 1:11 അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സഭയിലുള്ളവരോ ചില സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കത്തില്ല. മറ്റൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ബിസിനസ്സാണത്. ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ബുദ്ധിപരമായിട്ട് അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സൗമ്യതയായിരിക്കണം. അപ്പം നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പൗലോസ് അപ്പോസ്തലൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പിന്നെന്താണ്? അവരെ ആശീർവദിക്കുവിൻ. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് 90% വിഷയവും കൃപയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഇപ്പോഴും അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പേരക്കിടാവിനെ കേന്ദ്ര വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടിയാണ് ഉടമ്പടി സിൽവർ ഗ്രേ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും പുതുക്കി കൊടുക്കരുതെന്ന് പറയും. കാര്യം ചുമ്മാ വഴിറ്റിപ്പിഴപ്പാണ് വിഷയം. അവർക്ക് ഇപ്പോഴും ബുദ്ധിയും ബോധവും വന്നിട്ടില്ല. ഉടമ്പടി എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. പക്ഷേ ചിലരുണ്ട് സുവിശേഷ കൈമാറ്റം തന്നെ 90% സുവിശേഷ കൈമാറ്റത്. കാര്യം സുവിശേഷ ഇപ്പം നിങ്ങൾ സുവിശേഷവും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കൃപയാലാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഓപ്ഷൻ എന്താണ് കൃപ? കൃപ എവിടുന്ന് കിട്ടുമെന്നല്ലേ? അപ്പോൾ സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ കൃപയായിരിക്കണം 90% അവരുടെ ആസ്പയർ ചെയ്യേണ്ടത്. കൃപ എവിടുന്നാണ് കിട്ടണത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? എന്താ കണ്ടത്? സുവിശേഷ കൈമാറ്റത്തിനാണ് കൃപയുള്ളത്. മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ് ഉള്ളത്. ഗ്രേസ് ഉള്ളത് വചന കൈമാറ്റത്തിനേ ഉള്ളു. കർത്താവിനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി നാക്ക് തരിക്കണം. അപ്പോൾ ഓർക്കുക, നീ കൃപയിലാണെന്ന് ഓർക്കണം. അത് ദൗത്യമാണ്, മിഷൻ എന്ന് പറയും. ദൗത്യത്തിനാണ് കൃപയുള്ളത്. 14:26 എടുത്തേ. നടപടി പുസ്തകം 14:26. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:26. അപ്പോസ്തല പ്രവർത്തനം 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് മിഷൻ കണ്ട തങ്ങൾ നിർവഹിച്ച മിഷന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ നോട്ട് ബ്ലെസ്സിങ്, അനുഗ്രഹമല്ല. എന്താണ്? ദൗത്യത്തിന് വേണ്ടത്, മിഷന് വേണ്ടത്, വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടത്, ഇവാഞ്ചലൈസേഷന് വേണ്ടത് എന്താണ്? കൃപ. തങ്ങൾക്ക് ആവശ്യമായ ദൗത്യത്തിന്, തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ കൃപ
ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വച്ചാണല്ലോ. അപ്പൊ നിങ്ങള് ദൈവകൃപയ്ക്ക് ഭരമേൽപ്പിക്കപ്പെടുന്ന എവിടെ വെച്ചാണ്? മാതാവിന്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ചാണ്. പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ എന്താ സംഭവിക്കണത്? ദൈവകൃപയ്ക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി, പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ച് നിങ്ങൾ എന്താ സംഭവിക്കണത്? പറഞ്ഞ ദൈവകൃപയ്ക്ക് ഞങ്ങൾ പരമേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ദൈവകൃപയ്ക്ക് പരമേൽപ്പിക്കപ്പെടുന്നത് അതെങ്ങനെയാണ് പിന്നെ ആക്ടിവേറ്റ് ആകണത്? നിങ്ങൾ കൃപയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. കൃപയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിശാചുകൾ ഒഴിഞ്ഞു പോണതും പനി മാറണതും ക്യാൻസർ മാറണതും ഒന്നുമല്ല, അതൊക്കെ അനുഗ്രഹമാണ്. കൃപയുടെ പ്രവർത്തനം എന്താണ്? അതാണ് നമ്മൾ ആദ്യം 19 എത്ര കണ്ടത്? 10:20 വായിച്ചേ, ലുക്ക 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. ക്യാൻസർ മാറുന്നതിൽ അല്ല സന്തോഷം ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ അതിലല്ലേ യഥാർത്ഥ സന്തോഷം പറഞ്ഞത് എങ്ങനെയാണ്? എന്താണ്? മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അതെന്താ? കൃപയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമേ സ്വർഗത്തിൽ പേരെഴുതത്തുള്ളൂ. ക്യാൻസർ മാറിയ ആശുപത്രിയിലെ പേര് വെട്ടുകയുള്ളൂ, അല്ലേ? രോഗം മാറിയ പേര് വെട്ടണം എന്നല്ലേ അവർ പറയണത്. നമുക്ക് പേര് വെട്ടണ ആൾക്കാരായിട്ടല്ല മാറണം, പേര് എഴുതി ചേർക്കുന്ന ആൾക്കാരായിട്ട് മാറണം. എങ്ങനെയാണ് അത് പേരെഴുതി ചേർക്കുന്നത്? എങ്ങനെയാണ്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നതിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുവിശേഷം കൈമാറുന്നതിലൂടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ പറയുകയെ, അത് ഈ ആൾക്കാരൊക്കെ ഒരു മൈക്കുണ്ടെങ്കിൽ, ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ അവരുടെ അനുഭവങ്ങൾ പറയാം. ഇതൊക്കെ പൊതുവായിട്ട് ഇടണമെങ്കിൽ ആദ്യം ഇത് വൈദ്യശാസ്ത്രം അത് വെരിഫൈ ചെയ്യേണ്ട സഭയിലുള്ള ചില പുരോഹിതന്മാർ പറയണതാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു മൈക്ക് കിട്ടിയ ഒരു അനുഭവം പറഞ്ഞാൽ ഇതൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ ഇതിൽ യൂട്യൂബിലൊക്കെ ഇടണമെങ്കിൽ വെരിഫിക്കേഷൻ വേണ്ടതെന്നാണ്. അപ്പോൾ ആരാ വെരിഫൈ ചെയ്യേണ്ടത്? സൈക്കോളജി പഠിച്ചിട്ടുള്ള അക്കാഡമിഷ്യൻസാണ് വെരിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവശാസ്ത്രം പറഞ്ഞിട്ടുള്ള ആരെങ്കിലുമാണ് വെരിഫൈ ചെയ്യേണ്ടത്. അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരു പരിധികളുണ്ട്. ഇത് വെരിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? വൈദ്യശാസ്ത്രം സെക്കൻഡ് വിറ്റ്നസ് ആണ്. ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? ഇതിൻ്റെ ആ രോഗിയാണ്. ശരിക്കും രക്തസ്രാവൊക്കെ രോഗം സുഖപ്പെട്ടത് ഏതെങ്കിലും വൈദ്യനെ പുരോഹിതനെ കാണിച്ചിട്ടാണ്? അല്ല, അത് സുഖപ്പെട്ടു വന്ന് ശരീരത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഫസ്റ്റ് വിറ്റ്നസ്, ഇപ്പം നിനക്ക് വലിയ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയണക്കിപ്പോൾ എക്സ്റേ എടുത്ത് കഫമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചുമക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഫം ഇല്ലെങ്കിലും ചുമച്ചല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അലർജി ആവും. അലർജിയുടെ ടെസ്റ്റ് നടത്താൻ പോയി 124 അലർജി ഉണ്ട്. ഏത് ടെസ്റ്റ് നടത്തും? അപ്പോൾ പൂർണ്ണമായിട്ട് ചില കാര്യങ്ങളെ നിങ്ങൾക്കറിയാം. അതായത് ആ രോഗി തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ വൈദ്യശാസ്ത്രത്തെയോ സഭയുടെ പഠനങ്ങളോ എതിർക്കുകയൊന്നുമല്ല കേട്ടോ, കാര്യം അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഇപ്പം തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് വെക്കരുത്, തളപ്പ് വ്യത്യാസം വെക്കണം കുറച്ച്. കാര്യം എല്ലാത്തിനും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകും. കാര്യം അവനിപ്പോൾ എനിക്ക് ചുമയില്ല, എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റംസ് ഓക്കെ ആണെന്ന് എൻ്റെ സംസാരം കൊണ്ടാണ് ആദ്യം മനസ്സിലാകണത്, അല്ലാതെ ടെലസ്കോപ്പ് വെച്ചിട്ടല്ല മനസ്സിലാകണത്. സംസാരം കൊണ്ട് മനസ്സിലാകും. ഇപ്പോൾ ബ്രീത്ത് ഈസിയാണ്, ഇപ്പോൾ ബ്രീത്ത് ഈസി ആയിട്ടുണ്ട്. ബ്രീത്ത് ഈസി ആണെന്ന് ആരാ പറയേണ്ടത്? അത് ചെയ്ത ആളാണ് പറയേണ്ടത്. ബ്രീത്ത് ഈസി, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത്? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ കിട്ടും. വ്യക്തിപരമായ ബോധ്യങ്ങളുടെ ശേഷം വ്യക്തിപരമായ ശേഷം ആ വ്യക്തി വൈദ്യശാസ്ത്രത്തെ കാണണം. എനിക്ക് രോഗം മാറിയായിട്ട് തോന്നണം, വാട്ട് യു സേ? അവിടെ സെക്കൻഡ് ഓപ്ഷൻ വൈദ്യശാസ്ത്രത്തിനുണ്ട് അവിടെ. അപ്പോൾ അതായത് എനിക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം. സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷികളിലൂടെ ഞങ്ങളോട് യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. വൈക്കത്തുനിന്നൊരു സാക്ഷിയാണ് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ടായി. ആ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുണ്ട് ആ അപ്പച്ചന്. അപ്പച്ചൻ്റെ മകൾക്കൊരു 60, 62, 65 വയസ്സ് കാണും. 60 വയസ്സ് കൂടുതലുണ്ട് ഏതായാലും. അപ്പോൾ ഈ 60 വയസ്സുള്ള മകളും 92 വയസ്സുള്ള അപ്പനും കൂടിയാണ് ഈ ആൾക്കാർ കയറി നിൽക്കുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത്? അവർ 92 വയസ്സുള്ള അപ്പൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്, കിടപ്പൊന്നുമല്ല. അങ്ങേര് നല്ല തൻ്റെ ഇടത്തോടെ വന്ന് നിൽക്കുകയാണ് ഇവിടെ. 62 വയസ്സുള്ള മകൾ കൂടെ നിൽപ്പുണ്ട്. സുലേഖ എന്നാണ് പേര്, സുലേഖ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ പ്രശ്നം? അപ്പൻ്റെ പ്രശ്നം എന്താ? അപ്പന് പിത്താശയത്തിൽ കല്ല്. അപ്പന് പിത്താശയത്തിൽ കല്ല്, ഭയങ്കരമായ വേദനയാണ് പിത്താശയത്തിൻ്റെ സ്ഥലത്ത്. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു ഇതിൽ കൂടിയ അവസ്ഥയാണ്, ഇത് ICUലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ 62 വയസ്സുള്ള മകൾ പറഞ്ഞ് അപ്പൻ നിലവിളിയാണ്, സഹിക്കാൻ പറ്റാതെ, സാർ എന്തെങ്കിലും ചെയ്യ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുള്ള ആൾ നിലവിളിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പരമാവധി ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കരഞ്ഞു പോണത്. എന്നിട്ട് ഈ ICUലേക്ക് മാറ്റും. ICUലോട്ട് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ഡോക്ടർ പറയും ഇതിന് ഈ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴുണ്ട് ഈ പിത്താശയത്തിൽ 92 വയസ്സുള്ള ആളിന് ഓപ്പറേഷൻ നടക്കത്തില്ല. ആ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യം എന്താണ്? ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ പറയും ഈ 92 വയസ്സുള്ള ശരീരത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപകടമാണെന്ന് പറയും. പിന്നെ വൈദ്യശാസ്ത്രം വാതിലടക്കും. എന്താ കാര്യം? അവിടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്, പക്ഷേ ആളിന് വയസ്സ് ഇത്തിരി കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. മെറിറ്റ്, വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് പോകണമാണ് അവിടെ വെച്ച്. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് അവിടെ വെച്ച് തീരുകയാണ്. പിന്നെ എന്താണ് ഇനി ഉള്ളത്? ഗ്രേസേ ഉള്ളു. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് തീരുന്നുവെന്നാണ് എല്ലാവരും പറയണത്. ഇപ്പം നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. വൈദ്യശാസ്ത്രം മെറിറ്റ് തീർന്ന പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ വിശ്വാസിക്ക് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. വിശ്വാസി യുക്തിവാദിയേക്കാൾ മുന്നോട്ട് പോകും. എന്താ കാര്യം? അവൻ്റെ മുന്നിൽ അവൻ്റെ ദൈവം അവന് ഒരു പോംവഴി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഈ ഒരു കാര്യം മെറിറ്റ് കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നീ മനസ്സ് തളരരുത്. എന്താണ്? പിന്നെ എൻ്റെ സമയമാണെന്ന്, എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പന് 92 വയസ്സ് ആ അപ്പനെയും കൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ കയ്യിലുള്ളത് സിമ്പിളാണ്. ഒത്തിരി വെടിയും പുകയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. സിമ്പിളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ സഭയുടെ കയ്യിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ നടക്കുന്നത്. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ കാര്യം? കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? മർക്കോസിൻ്റെ 16-17 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാവും. രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസമാണ് അവിടെ. ആരല്ലേ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു. ഈ സൈത്ത് എടുത്തിട്ട്, കർത്താവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച സൈത്ത് എടുത്ത് പഞ്ഞി തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിൽ 5-10 കല്ലിരിക്കുക. എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട്. ഈ കല്ലവിടെ ഇരിക്കണം. കല്ല് ഓപ്പറേറ്റ് ചെയ്യാൻ ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീഹോള് ചെയ്യാമെന്ന് പറഞ്ഞ്. കീഹോള് പോലും നടക്കണില്ല. അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട്. അതേസമയം തന്നെ ഡോക്ടറിന് 92 വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. കീഹോളും ചെയ്യാൻ പറ്റണില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ. 4 ആഴ്ച ട്രീറ്റ് ചെയ്ത ആളാണ്. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 4 ആഴ്ച ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ, ഇനി ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ
അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 92 വയസ്സുകാരനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും, ആൾ ചിലപ്പോൾ മരിച്ചു പോകും. കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് വിജയം ഉണ്ടാകത്തില്ല. അപ്പം കല്ല് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പം എന്തു ചെയ്യും? അവരെ വീട്ടിൽ കൊണ്ടുപോവുക, പിന്നെ അവരെ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക, അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരിപ്പുണ്ടല്ലോ ഇവിടെ. അതാണ് വിഷയം. വിഷയം മാറി. വിഷയം നോട്ട് ബൈ മെറിറ്റ്. മെറിറ്റ് മാറുകയാണ്. മെറിറ്റ് വാതിലടച്ചിരിക്കുന്നു. ഇനി ഇവിടെ സുഹൃത്ത് പിന്നെ എന്താണ്? പിന്നെ വർക്ക് ഗ്രേസാണ്. ഗ്രേസിൽ എന്താ ചെയ്യണത്? ഗ്രേസിൽ സിമ്പിളാണ് ചെയ്യണത്. അല്ല ഇതിന് വെടിയും പോകുകയും അഭ്യാസങ്ങളോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു അഭ്യാസം കാണിക്കണം. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയാൻ കഴിയണം. അത് വിത്ത് ഫുൾ ഫാക്കൽറ്റി. ഞാൻ നിങ്ങളുടെ ഉടമ്പടിത്തലും തന്നിട്ടില്ലേ? അത് നിങ്ങളും ഇതുപോലെ ക്രിസ്തുവിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് പറയേണ്ടത് എന്താണ്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് സംഭവം. അത് പിത്താശക്കല്ലായാലും ശരി, പിശാച് ബാധിതയായാലും ശരി, എല്ലാം ദൈവം ആരുടെ പേരിലാക്കിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം സമസ്തവും. 1 കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞ ദൈവം സമസ്തവും. ഒന്ന് പറഞ്ഞ ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പം എന്താ പറയാ? അപ്പോൾ ക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണ് എന്താണ്? മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും സമസ്തവും എന്നാണ്. അല്ല, കുറച്ച് കാര്യം ക്രിസ്തുവിനും ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വിമാനം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, വിമാനം മേടിക്കാനും പറ്റത്തില്ല. അത് മേടിക്കേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്. നാണയം അടിക്കാൻ പറ്റുമോ? നാണയം അടിക്കാൻ പറ്റുമോ? യുദ്ധോപകരണങ്ങൾ മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മോഡി പ്രധാനമന്ത്രി മേടിക്കണം. സമസ്തവും അധികാരം ഇവിടെ ഇല്ല. പക്ഷെ ക്രിസ്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ സമസ്തവുമാണ്. അതാ 1 കൊരിന്തോസ് 15:27 എന്ന് പറഞ്ഞ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സബ്ജക്ട് എന്താണ്? ദൈവം സമസ്തവും. പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ ഈശോയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. സമസ്തവും യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഈ നാമത്തിന് ഇത്രയും പവർഫുൾ ആയിട്ട് വന്നത്? എന്താണ്? ഇനിയുള്ളതെല്ലാം മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാം എന്താണ്? ഒരു നാമത്തിൻ്റെ കീഴിലാണ് അതറിയപ്പെടുന്നത്. ഈ ലോകത്തുള്ള എല്ലാം അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്, എൻ്റെ പേര് ജോസഫ് എന്ന്, അല്ലേ? ഇതിൻ്റെ പേരെന്താ? മൈക്ക്. ഇതൊരു പേരാണ്. ഇതെൻ്റെ പേരെന്താണ്? പാത്രം, സോസർ, അല്ലേ? എല്ലാത്തിനും ഒരു നാമമുണ്ട്. ഇവിടെ അറിയപ്പെടുന്ന നാമത്തിലാണ്. അപ്പം ചില നാമങ്ങൾക്ക് ഉന്നതമായ നാമത്തിൻ്റെ ശേഷി ഉണ്ടാവും. യേശുവിനെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെ എങ്ങനെയാണ് പാദത്തിൻ്റെ കീഴിലായത്? എല്ലാ നാമങ്ങളും, ഇപ്പോൾ ക്യാൻസർ, എബിയോള, എയ്ഡ്സ് ഇതൊക്കെ പറഞ്ഞ നാമമാണെങ്കിലും യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണത്. അതെങ്ങനെയാണ് ഈ നാമത്തിൻ്റെ കീഴിലായത്? എങ്ങനെയാണ്? അതിൻ്റെ കാരണം ദൈവപിതാവിനെ യേശു ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തി കൃപയെ ആർജിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ പ്രകൃത്യ ദൈവമായിരുന്നു, അല്ലേ? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ്റെ സ്റ്റാറ്റസ് അവൻ കീപ്പ് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയത്തില്ലേ? ആരെങ്കിലും നിങ്ങളെ പ്രാന്തി എന്നൊക്കെ വിളിച്ചാൽ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആരുടെ പേരിൽ? കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ അച്ഛനായ പിറ്റേ കൊല്ലം ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പം അതെല്ലാം എനിക്കറിയാമായിരുന്നു. കർത്താവ് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. എത്രയോ കൊല്ലം മുമ്പ് 87 അവൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അച്ഛനായ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് ചേഞ്ച് ചെയ്യാനോട് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്തു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ചെയ്യാൻ. പക്ഷേ കർത്താവ്
എന്നെ ശരിക്കും സഹായിച്ചു, എൻ്റെ രൂപതയെ സഹായിച്ചു, എന്നെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ല എനിക്ക് സർവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ദൈവത്തിൻ്റെ ഒരു പരിപാലനം എപ്പോഴും സഭയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിവിടം വരെ എത്തിയത് ശരിക്കും. അപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവ സമസ്തവും എന്ന് പറയുമ്പോഴേ ഈ ദൈവനാമം എങ്ങനെയാണ് എല്ലാ നാമങ്ങളും താഴെയായത്. ദൈവനാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷ വില എളുപ്പമാകും. സുവിശേഷ വില എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചേർത്ത് നൽകണ കേസ് കെട്ടാണേ. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വയറുവേദന മാറണം, കുഞ്ഞുണ്ടാകണം, പറമ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് നിലയും വിളിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സൈലൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ദൈവരാജ്യ വിശ്വാസ കൈമാറ്റം എങ്ങനെ നടക്കുമെന്ന് നോക്കണം ആദ്യം. അതുകൊണ്ട് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു വിജയകുമാർ സാർ ഞാനൊക്കെ പുറത്തു പോകും, എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. പക്ഷേ സാറാണെങ്കിൽ അത് പോക്കറ്റിട്ടൊരു ചെറിയ ബൈബിൾ ഉണ്ടാവും. ഞാൻ പിന്നെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വായിക്കാൻ വേണ്ടി മൊബൈലിൽ ബൈബിൾ ഉണ്ടാവും. എല്ലാവരുടെ മൊബൈലിലേക്കും ബൈബിള് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം വായിക്കാൻ വേണ്ടി. നിങ്ങൾ മൊബൈൽ എപ്പോഴും എവിടെ ഉണ്ടായാലും ഉണ്ടല്ലോ. അപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പുതിയ സാഹചര്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം. അപ്പം അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം ഈ നാമം എങ്ങനെയാണ് ഇത്രയും മഹത്തായ നാമമായത്? ഫിലിപ്പ് 2:6 എടുത്ത്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ ഫോർമുലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ. അതല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ്? പിതാവിന്റെ നാമം മഹത്വപ്പെടും. എന്താ കാര്യം? പിതാവാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ എന്ന് ആദ്യം പറയും, ആൻഡ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് യു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ഇത്രയേ ഉള്ള സാധനം, സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റായിരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പറയരുത്. അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പ് നോക്കി വല്ല കോമഡിയും കണ്ട് കോമരം തുള്ളി നടക്കുന്ന പാർട്ടി കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടകം കണ്ടുകൊണ്ട് സിനിമയും നടഞ്ഞ പരിപാടികൾ നടക്കട്ടെ. ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ, അവൻ്റെ നാമത്തെ, പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയും അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് നമ്മൾ അറിയാതെ പറയണത് എന്താണ്? നീ കർത്താവാണെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ വൈദ്യശാസ്ത്രമല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം. യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്കാനിങ് മെഷീനും അല്ല കർത്താവ്, ആരും അല്ല കർത്താവ്. പിന്നെ ആരാണ്? യേശു മാത്രമാണ് കർത്താവ്. യേശു മാത്രം. പല കർത്താക്കന്മാരുണ്ടായ പ്രശ്നമാണത്.
നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളൊന്നും. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ലാഗ് ചെയ്ത് പോണത്. വീട്, ജോലി, വിവാഹം, വെളിച്ചം, വെള്ളം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണും കായി കരഞ്ഞുകൊണ്ടുണ്ടാക്കണില്ലേ? അതുകൊണ്ടാണ് ഈ വിഷയം ലാഗ് ചെയ്യണത്. ഇതിൻ്റെ വിഷയം ക്രിസ്തു കൈമാറ്റമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഹെഡാണല്ലോ, തല അതാണല്ലോ. തലേന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ക്രിസ്തു കൈമാറ്റമാണ് തലേന്ന് പറയുന്നത്, ഉടമ്പടിയുടെ കാര്യം. കൃപ ടാപ്പ് ചെയ്യണത്, കൃപ നമുക്ക് ലഭിക്കണത് ഇതുപോലെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ്. അതാണ് ദൗത്യം. അതാണ് 14:26 നമ്മൾ വായിച്ചത് നടപടി പുസ്തകം. ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെ ഉള്ള ദൗത്യത്തിന് ആവശ്യമായ കൃപ എന്ന പവർ ഓഫ് ഗോഡ്. പവർ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ കൃപ. അപ്പം നിങ്ങളെ, അതല്ലേ ഈശോ പറഞ്ഞത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങളെ കുന്തളിപ്പ് കാണിക്കേണ്ടെന്ന് പറഞ്ഞത്. അതൊന്നും ഇല്ല അന്ന്. അത് വിശ്വാസ കൈമാറ്റത്തിന് സഹായകമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കണത്. നിങ്ങൾക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സാക്ഷ്യം പറയുകയാണെങ്കിൽ മുങ്ങുന്ന ഒത്തിരി കാണ്ടാമൃഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. കൊമ്പ് ഒടിഞ്ഞ് തിരിച്ചു വരും. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരണത്? സാക്ഷ്യം പറയാൻ അവസരം തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൽ നിന്നാണ്. കാര്യം മെറിറ്റ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണെങ്കിൽ അത് യേശുക്രിസ്തു നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ഏറ്റുപറയണത്. ഇപ്പോൾ സാക്ഷ്യം പറയണത് നിസ്സാരമല്ല. വല്ല കണ്ടാമൃഗങ്ങൾ വല്ലോടത്ത് കിടന്നുണ്ട് സാക്ഷ്യം പറയുന്നതിനെതിരെ സംസാരിച്ച് ഒരു കഥയില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയുന്നവരെ എന്താ ചെയ്യേണ്ടത്? അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഫിലിപ്പി 2:10-11 ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കണത് എന്താണ്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. ഇപ്പം കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകണത്. അതെന്തിനു വേണ്ടിയാണ്? ഇത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസം കൈമാറ്റപ്പെടും. അതെന്തുകൊണ്ടാണ്? പിതാവായ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം ജനിക്കുന്നു. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 10:17 വയസ്സത്തെ റോമ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷ്യം ഒരേ സമയം തന്നെ പ്രഘോഷണമാണ്. അനുഭവാധിഷ്ഠിത പ്രഘോഷണമാണ് സാക്ഷ്യം എന്ന് പറയണത്. ചുമ്മാ തിയറട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല. അതിന് ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. തിയറട്ടിക്കലായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാൽ സൈദ്ധാന്തിക പ്രഘോഷണം എന്ന് പറയും. സൈദ്ധാന്തിക പ്രബോധനം അതെന്താ തന്നെ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്തിൻ്റെ? ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റാണത്. ബുദ്ധിയുടെ ഒരു ഫുഡാണ് സൈദ്ധാന്തിക പ്രബോധനം എന്ന് പറയണത്. അത് വേണ്ടെന്നല്ല, അത് വേണം, തിയറട്ടിക്കൽ ലെവലാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അടുത്ത ഫാക്കൽറ്റി ഉണ്ട് നമുക്ക്. എന്താണ്? ഹൃദയം, വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവജ്ഞാനമാണ്. അറിവ് മാത്രമല്ല, അപ്ലൈഡ് നോളജ്. ഞാൻ തിയറി എടുത്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴെനിക്ക് യേശു കർത്താവാണെന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹീലിംഗ് ആയി തോന്നി. അപ്പം ഞാൻ 92 വയസ്സുള്ള അപ്പാപ്പൻ എന്താ ചെയ്ത്? അപ്പാപ്പൻ ഇവിടെ വന്നപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഇരിക്കണില്ലേ, അപ്പോൾ അവൻ്റെ പാങ്ക്രിയാസ് ഇരിക്കുന്ന സ്ഥലത്ത് സൈത്തെടുത്തിട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ
ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്നില്ലേ? പക്ഷെ പറയണത് ആരാണ്? പറയണത് 4 വയസ്സ് മുതൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാ വിഷയം. ബന്ധമിടയ്ക്ക് പോയിട്ടില്ല. മനസ്സിലായ? കർത്താവ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല. അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ആ ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തോണീസിൻ്റെ അടുത്ത് പോയി നൊവേന കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് നിൻ്റെ കാര്യം തീരുമാനമാവും. അവിടെ വിഷയം എന്താണ്? എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? പാട്ട് പാടി നടക്കും. നിത്യസഹായ മാതാവേ ആന കൂന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ട് പാടിയാൽ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ട് പാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാനാണ്. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പം ഇതിൻ്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട്. അപ്പൊ ഞാൻ നൊവേനയൊന്നും എതിർത്തിട്ടൊന്നുമില്ല. നിങ്ങൾ പറയരുത് അച്ഛൻ നൊവേനക്കെതിരെ സംസാരിച്ചൊന്നും പറയരുത്. ഇല്ല, എതിരില്ല. അത് പ്രഥമ പാഠങ്ങളാണ്. വിശ്വാസത്തിന് പ്രഥമ പാഠങ്ങളുണ്ട്. നമുക്കറിയാമല്ലേ, 4ാം ക്ലാസ്സുണ്ട്, 10ാം ക്ലാസ്സുണ്ട്, +2 ഉണ്ട്, പിന്നെ എന്താണ്, ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്. കേട്ടാ, വിശ്വാസത്തിന് പല പല പാഠങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ പാഠങ്ങളെല്ലാം പഠിച്ച് പിന്നിടേണ്ടതാണ്. അല്ലാതെ 65 വയസ്സായിട്ട് ഇപ്പോഴും പഴയ പാഠം പാടി നടന്നാൽ എങ്ങനെ ശരിയാവും? ശരിയാകത്തില്ല. അതുകൊണ്ട് ഓരോ ദൈവം എന്ത് ചെയ്യും? ദൈവം അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ടുണ്ട്. നീ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പാതയിൽ പോകുകയാണ്, എന്നിട്ട് നീ പറയും ഉടമ്പടി നീ പറയും ഇനി നിനക്ക് യു-ടേൺ എടുക്കാൻ സമയമായി. എന്താ കാര്യം? ഇനി അവൻ പറയണ പോലെ ചെല്ലിയാൽ മാത്രം പോലെ ഇനി ചെയ്യണം. അതാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു പക്വതയ്ക്ക് വളരുകയാണ്. അവൻ പറയണ പോലെ ചെല്ലിയാൽ മാത്രം പോലെ ഇനി എന്താണ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അവനെ കൈമാറണം. തലയാണ് ആദ്യം വേണ്ടത്. ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. തല പോയാൽ പോയത് തന്നെ. ബാക്കി എല്ലാ അവയവങ്ങളുണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ തല പോയതാണ്. തലച്ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും സ്ഥലം പാരലൈസ്ഡ് ആവും. വിശ്വാസത്തിൻ്റെ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. അതെപ്പോഴും വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ ആദ്യമേ കയറി വിശ്വാസ കൈമാറ്റത്തിന് കൈ കൊടുത്താൽ പിന്നെ എളുപ്പമാവും. എന്നെ കാണുന്നവരോട്, ഞാൻ സംസാരിക്കുന്നവരോട് എവിടെ ചെന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കൃപാസനം പത്രം എടുത്ത് കൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം 18 ഭാഷയിലേക്ക് ഈ പത്രത്തെ വളർത്തിയത്? നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു രാത്രിയും പകലും അമ്മ ഇതിനെ വളർത്തുകയാണ് ശരിക്കും. ഇന്ന് 18 ഭാഷയിലുണ്ട് പത്രം. 92 വയസ്സുള്ള അപ്പൻ്റെ പാങ്ക്രിയാസിലെ കല്ലുകൾ നിറഞ്ഞ പാങ്ക്രിയാസിലെ ഓപ്പറേഷന് ഇനി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് സുഖപ്പെടാത്ത പാങ്ക്രിയാസിലെ ഓപ്പറേഷൻ നടത്താൻ 92 വയസ്സുകാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്ത പാങ്ക്രിയാസിലെ എന്താ ചെയ്യണത്? സൈത്ത് പൂശിട്ട് പറയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അപ്പം നാമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ നാമം ഉന്നതമായ നാമമാണ്. ഫിലിപ്പിയർ 2:7 അനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ. അപ്പം എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം. ഞാനൊരിക്കലും നമ്മുടെ കർത്താവെന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും. പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാം. അതായത് ഞാൻ ഈ 65 കൊല്ലം അല്ലെങ്കിൽ 61 കൊല്ലം 4 വയസ്സിലാണ് എനിക്ക് വിശ്വാസം കിട്ടുന്നത്. അപ്പം ഈ 4 വയസ്സിന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്. അതെല്ലാത്തേക്കും ഉന്നതമായൊരു ക്രിസ്തുവാണ്. ആരും എന്നെ പഠിപ്പിച്ച ക്രിസ്തുവല്ല, അനുഭവത്തിലൂടെ ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധമായ അപ്പൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ സഭ എനിക്ക് താത്വികമായി പഠിപ്പിച്ചു തന്നു. സഭയുടെ പഠിപ്പിച്ചു തന്ന മൊത്തം ഞാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ക്ലാസ്സിൽ കൃത്യമായിട്ടിരുന്നത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ സഭയും കുടുംബവും കൂടി കൈമാറിയ ക്രിസ്തുവുണ്ട്. അതാണ് എൻ്റെ കർത്താവ്. അതിനെ ഞാൻ ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷകളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ കയ്യിൽ നിന്ന് കളയാതെ ഞാൻ കുരിശ് ഈ തീ കടൽ നീന്തി കടന്ന ചരിത്രം എനിക്കുണ്ട്. അപ്പോൾ അതങ്ങനെ വരുമ്പോഴാണ് അതിൽ എന്നെ കൂടെ സഹായിച്ച കർത്താവാണ് എൻ്റെ കർത്താവ്. ഇപ്പം സ്പിരിറ്റ് ഓഫ് മേരി എന്ന് നമ്മൾ പറയത്തില്ല, മറിയത്തിൻ്റെ ആത്മാവ്. മറിയത്തിൽ ഇറങ്ങി വസിച്ച് രക്ഷണകൃത്യം പൂർത്തിയാക്കിയ മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് മറിയത്തിൻ്റെ ആത്മാവ്.
ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. എവിടെയെല്ലാം വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൗത്യം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ പേരിൽ അറിയപ്പെടും. അതുപോലെ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിന് സുവിശേഷമാകാനും സുവിശേഷമേകാനും വേണ്ടി കടന്നുപോയ അഗ്നിപരീക്ഷയുടെ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറിയ സാക്ഷ്യം വഹിച്ചുള്ള കാര്യം ആണ്. അത് പ്രഖ്യാപിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയാണ് എനിക്ക് പൗരോഹിത്യം നൽകുക. സഭയെ ഞാൻ അനുസ്മരിക്കും. എന്താ കാര്യം? സഭയില്ലേ പിന്നെ ഞാനില്ല. കാര്യം എന്താണ്? സഭയാണ് എനിക്ക് പട്ടം നൽകിയത്, കർത്താവിൻ്റെ അഭിഷേകം നൽകിയ കാര്യം. അപ്പോസ്തലികമായ അഭിഷേകം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സഭ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിലുണ്ടായിട്ട് ഞാൻ സഭയെ വിമർശിക്കാത്തതിൻ്റെ കാരണം എന്താ? സഭയെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് എന്നോട് മനുഷ്യർ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സഭയ്ക്കെതിരെ ഒരിക്കലും സംസാരിക്കത്തില്ല. എന്താ കാര്യം? സഭയെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നതാണ് സഭ. നമ്മൾ സഭയെ സംസാരിച്ചെതിരെ ഒരു പോറൽ വന്നാൽ പിന്നെ അത് നികർത്താൻ നമുക്ക് പറ്റത്തില്ല. ഗർഭിണികളുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങളെ, മൂത്ത കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ വയറിലൊക്കെ, അമ്മേ ഈ വയറെന്ന് കുഞ്ഞുവാവ് എപ്പോൾ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ മാന്തത്തില്ലേ. അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തും. എന്താ കാര്യം? പിള്ളേരുടെ കായ് നഖം വയറെ കൊണ്ടുകഴിഞ്ഞാൽ പാട് കിടക്കൂടാ. അതുപോലെ സഭയെ നമ്മൾ വിമർശിച്ചാൽ നമുക്കുമായിട്ട് പിന്നെ അത് ആ പാടായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് സഹിച്ച്, സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിച്ച് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? സഭയ്ക്ക് ആവശ്യമായത് വിശ്വാസികളുടെ സഹന പ്രാർത്ഥനകളാണ്. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കും. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സത്യവും നീതിയും പെരുമാറണം. അതിൻ്റെ അകത്ത് രണ്ട് ഭാഗം, ഒരു ഭാഗമായിട്ട് ആരും ഞാൻ തിരിക്കത്തില്ല. ഞാൻ തിരിക്കണേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും കർത്താവിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സഹിച്ച് പ്രാർത്ഥിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗോള സഭയിൽ നിൽക്കുന്ന അതാ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെന്താ പറയണത്? സഭയുടെ അധികാരത്തിൽ. പിന്നെന്താണ്? കുരിശിൻ്റെ അടയാളത്തിൽ. ദൈവത്തിൻ്റെ ശക്തി, കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ദൈവത്തിൻ്റെ ശക്തിയാൽ. അപ്പം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ. കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ വിജയചിഹ്നമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി, കൃപയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം ആ സൗഖ്യം ഈ 92 വയസ്സുകാരൻ അനുഭവിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സന്തോഷമായിട്ട് നടന്നു പോകുമ്പോൾ ആരാണ് സാക്ഷ്യം പറയുന്നത്? അദ്ദേഹമല്ലേ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ മാറിയെന്ന് അദ്ദേഹത്തിനാണ്. ഇങ്ങോട്ട് വന്ന ആളല്ല തിരിച്ചു പോണത്. അപ്പോൾ ആരാണ് ആദ്യം സാക്ഷ്യം പറയേണ്ടത്? വൈദ്യശാസ്ത്രമാണോ? അപ്പാപ്പനാണ്. പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ കല്ലും കാണാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ പ്രഥമ സാക്ഷി ആരാണ്? ആ രോഗി അനുഭവിച്ച രോഗിയാണ്. രണ്ടാമത്തെ സാക്ഷിയാണ് ആര്? വൈദ്യശാസ്ത്രം. അപ്പോൾ വൈദ്യശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്രസക്തനാണെന്നും വിവരമില്ലാത്തവനാണെന്നും ചുമ്മാ വിവരമില്ലാത്തവർ കൊട്ടിക്കൊഴിക്കേണ്ടതാണത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള കഴിവ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അത് കൊണ്ടുപോയി കുറച്ച് മെഷീൻസിന് കൊടുത്തിട്ട് കാര്യമില്ല. വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് ആ രോഗി വിശ്വാസം ഏറ്റുപറഞ്ഞത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത്. അവൻ്റെ വിശ്വാസത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്, അല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിരിക്കണ മെഷീൻസിനല്ല. നീ പറഞ്ഞത് കേട്ടിട്ട് 10 പേര് ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊന്നും നടക്കാതെ ചുമ്മാ വായി തോന്നലെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവിക നടപടികൾ വിമർശിക്കാൻ പോയാൽ അവർ വിശ്വാസികളല്ല, വിശ്വാസികളെക്കാൾ തരം താഴ്ന്നവരാണ്. ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയുടെ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശ്വാസ കൈമാറ്റമാണ്. ഇതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? തല എന്താണ്? വിശ്വാസ കൈമാറ്റം. അല്ല നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എടുത്ത് മരിച്ചത് എങ്ങനെ മുട്ടത്തൊരു എറിയോ? അല്ല എന്ത് ചെയ്യാനാണ് ഈ സാധനത്തിന്? ഇതിനൊന്നും അറിയത്തില്ല. ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്നാണ്. നീ ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി, അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയെന്താ? രണ്ടാമത്തത് അവൻ പറയണ പോലെ ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം. അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ 18 ഭാഷ പത്രമുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അത് ഹൃദയം എന്താണ്? നിൻ്റെ കാരുണ്യപ്രവൃത്തികളാണ്. എൻ്റെ ഹൃദയം. ഉടമ്പടിയുടെ തലയെന്ന് പറയണത് വിശ്വാസ കൈമാറ്റവും
ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തികളുമാണ്. ആ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തി, കാരണം നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവരും കൊടുക്കണമല്ല. ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് നിന്റെ നീ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെ മറ്റു മക്കൾക്ക്, ആവശ്യക്കാർക്ക് ജാതിയും മതവും നോക്കാതെ കൈമാറണം. രോഗികൾക്കായാലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായാലും ആരായാലും. അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരികിട പരിപാടിയല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത്. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണം. എന്താ? ദൈവസ്നേഹത്തോടെ ചെയ്യണം. അതാണ് എൻ്റെ ഹൃദയം എന്ന് പറയണത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം? പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത്. ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം പുതുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴതുകൊണ്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, അതേസമയം തന്നെ പ്രഖ്യാപനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്ത് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ നീ നല്ല 90% ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണം. ആരാണ്? വിശ്വാസം കൈമാറും ദൈവസ്നേഹത്തോടെ വക്താവായിരിക്കണം. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ നീ ഒരിക്കൽ ചിലപ്പോൾ ആ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ വക്താവെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഉടമ്പടി സിൽവർ ഗ്രേയിൽ വരുമ്പോൾ നിൻ്റെ വിഷയത്തെക്കാൾ ഉപരി ദൈവമായിരിക്കണം നിൻ്റെ 90% വിഷയം. ഞാൻ പറയും അങ്ങനെയുള്ളവർ നോക്കിയിട്ടാണ് ഇത് ഉടമ്പടി പുതുക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഇന്ദ്രനീലം എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വരുന്നുണ്ട് ഉടമ്പടിയിൽ. ഇന്ദ്രനീലം എന്ന് വെച്ചാൽ എന്താണത്? അതായത് നമ്മളുടെ നല്ല കടുന്നീലമില്ലേ, ഈ പുസ്തകമൊക്കെ ഈ നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ വാഗ്ദാന പേടകം മൂടണത് ഇന്ദ്രനീലം കൊണ്ടാണ്, കടുന്നീലം കൊണ്ടാണ്. അപ്പോൾ കടുന്നീലം ഒരു കളറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ അവർക്ക് പുതുക്കി കൊടുക്കും. അവർ കടുന്നീല കളറിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇന്ദ്രനീലം വാഗ്ദാന പേടകം മൂടുന്ന കളറിലേക്ക് വരും. അത് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പൂർണ്ണമായിട്ടും കൃപ നിറഞ്ഞവളും അവർ തന്നെ വിശ്വാസ കൈമാറ്റം പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്ന ഒരാൾക്കാരാണ് പുതുക്കി. അല്ലാതെ ഇപ്പോഴും ആൾക്കൊക്കെ പേരക്കിടാവിന് കേന്ദ്ര വിദ്യാലയത്തിൽ ഇത് കിട്ടണം, വീട്ടിലെ ഓഹരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, അവർക്കിത് പുതുക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കി കൊടുക്കൊണ്ടിരിക്കും. ഏതാണ്? ഈ സിൽവർ ഗ്രേയും പിന്നെയും പുതുക്കി കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛൻ പറയുന്ന മുഴുവനും ശരിയാണ്. ഞാനൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയത്തില്ല. എല്ലാ വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വളർന്ന് ആദ്യം ദൈവരാജ്യം അതിൻ്റെ നീതിയും നിറവേറ്റാനുള്ള അത്യാവശ്യാഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കുന്നത് ഈ 6 കാര്യമായിരിക്കത്തില്ല. ഒരു ഒറ്റ ശ്വാസത്തിൽ ഒരു പെങ്കൊച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ 14 സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ 6 കാര്യങ്ങളാണ് നടക്കുന്നത്. 6ഒന്നുമല്ല, എത്ര വേണമെങ്കിലും ദൈവം ചെയ്യും. ആദ്യം ദൈവിക കാര്യങ്ങളെ ക്രമീകരിക്കുക. എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് 5 മിനിറ്റ് പ്രാർത്ഥന, അച്ഛനും സിസ്റ്ററും 5 മിനിറ്റ് പ്രാർത്ഥിക്കും. അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥന. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ഈ ദിവ്യകാരുണ്യനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഓരോ നിമിഷവും ഉടമ്പടിയുടെ ആത്മാവിനെ കുറിച്ച് അച്ഛൻ നമ്മളോട് സംസാരിച്ചു. ഈശോയെ, അവിടുത്തെ കൈമാറുവാൻ വേണ്ടി ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹം പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തിന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉടമ്പടി പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രഘോഷണവും പ്രയോഗവുമുള്ള ജീവിതമെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ ഇവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്.
വിശ്വനാഥ, എല്ലാ മേഖലകളെയും അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് കൃപയാകണമേ. നിഷ്കളങ്കമായി അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വിശുദ്ധ വസ്തുക്കളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ നാമത്തിൻ്റെ ശക്തി അതിലൂടെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുത്തെ നാമം വിജയിക്കട്ടെ. ഇന്ന് സഭ കടന്നു പോകുന്ന എല്ലാ ക്ലേശ സാഹചര്യങ്ങളിലും അവിടുത്തെ ഉന്നതമായ നാമത്തിന് വിജയവും മഹത്വവും ലോകം മുഴുവനും അങ്ങിലേക്ക് ആകർഷിക്കും വിധം അങ്ങവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി ജീവിതത്തെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങയെ കൈമാറുവാനാവും വിധം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമ്പത്തിനോടും പ്രശസ്തിയോടും അംഗീകാരത്തോടുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബവും അതിന്റെ സാഹചര്യങ്ങളും അവിടുന്ന് കാണുന്നുവല്ലോ. ക്ലേശപൂർണമായ സഹനങ്ങളേറെയുള്ള രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടബാധ്യതകളുടെയും തൊഴിലില്ലായ്മയുടെയും പരാജയങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നുവല്ലോ. ഈശോയെ, ഞങ്ങൾ എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഉന്നതമായ നാമത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് വിശ്വസിക്കുന്നു. ഇന്നെന്തായിരുന്നാലും ഗുണകരമായി മാറ്റിത്തരുവാൻ അവിടുത്തെ നാമത്തിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. കർത്താവേ, ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങളെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി വളർത്തുവാൻ സഹായിക്കണമേ. കർത്താവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അവിടുന്ന് വളർത്തുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളെ, ഞങ്ങളുടെ ആസക്തികളെ, ഞങ്ങളുടെ കലഹപ്രകൃതങ്ങളെ, ഞങ്ങളുടെ ദേഷ്യപ്രകൃതിയെ, ഞങ്ങളുടെ മന്ദതയെ ഈശോയെ മാറ്റിത്തന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണമേ. ഈശോയെ, അഗതികളോടും അനാഥരോടും രോഗികളോടും വിധവകളോടും ഉള്ളതിലെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയപൂർവം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് നൽകിയത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈശോയെ, ഞങ്ങളുടെ മെറിറ്റ് അല്ല, അങ്ങയുടെ കൃപ മാത്രം, അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, എല്ലാ നിയോഗങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാ ജീവിതാവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ, അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ ഈ കാലത്തിൽ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ മാന്ദ്യത്തെയും എല്ലാ പ്രയാസങ്ങളെയും ഈശോയുടെ ആലോചന ചോദിച്ചുകൊണ്ട് അവ തിരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തതയിൽ, കൂടുതൽ ദൈവസ്നേഹത്തിൽ, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെയും യേശുവിന്റെ സാക്ഷികളാകുവാൻ, ലോകത്തിന്റെ അതിർത്തിയോളം അടുത്ത് എത്തിക്കുവാൻ, വാക്കുകൊണ്ട് പറയുവാനാവാത്തത് കൃപാസനം പത്രത്തിലൂടെ പങ്കുവെക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ.
ആരാധന യേശുവേ, മഹത്വം ഹല്ലേലൂയ, കർത്താവേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന ഹല്ലേലൂയ, കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. ആരാധന ആരാധന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തുതി 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 കർത്താവേ. ആരാധന മഹത്വം ആരാധന കർത്താവേ. മൗനമായി നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാപനാശീർവാദത്തിന് സമയമാണ്. മരിയനോടുമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിത്യത വരെയും ഉയർത്തി നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ